വിശുദ്ധമായ റമദാൻ ഓരോ ദിവസവും ഇങ്ങനെ കടന്ന് അതിൻ്റെ അവസാന പടിയിലേക്ക് എത്തുകയാണ്. ഈ സമയത്ത് നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്, പ്രാധാന്യത്തോടെ കാണേണ്ട ഒന്നാണ് ഫിത്ർ സക്കാത്ത്. ഒരുപാട് പേർക്ക് സംശയം എത്രയാണ് അളവ്? അതാണ് ഏറ്റവും കൂടുതൽ. ഈ ഫിത്ർ സക്കാത്തിൻ്റെ അളവ് എത്രയാണ്? 2.5 കിലോ ആണോ, 2.25 ആണോ, 2.800 ആണോ, 3 ആണോ? വിശദമായി പറയുന്നതോടൊപ്പം തന്നെ ആരാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്, എവിടെയാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്, ആർക്കാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്, അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മക്ക് നോമ്പ് പിടിക്കാൻ പറ്റുന്നില്ല, അതുപോലെ എൻ്റെ ഭാര്യ ഗർഭിണിയാണ്, ഭാര്യയ്ക്ക് നോമ്പ് പിടിക്കാൻ പറ്റുന്നില്ല, എൻ്റെ സഹോദരി പ്രസവിച്ച് കിടക്കുകയാണ്, ഓള് നോമ്പ് പിടിച്ചിട്ടില്ല. അപ്പോൾ ഉസ്താദെ, ഈ നോമ്പ് പിടിക്കാൻ പറ്റാത്തതിന് അരി കൊടുക്കണമല്ലോ, ഈ അരി എങ്ങനെയാണ് കൊടുക്കേണ്ടത്, അതുപോലെ എത്ര അളവാണ് കൊടുക്കേണ്ടത്, എല്ലാം വിശദമായി ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കണേ, അവസാനം വരെ കേൾക്കണേ, ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണേ. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. സ്നേഹ ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, പരിശുദ്ധമായ റമദാനിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ അടുക്കുകയാണ്. ഇന്ന് പരിശുദ്ധമായ റമദാനിൻ്റെ 28ാമത്തെ ദിവസം. ഇന്ന് മഗ്‌രിബോടുകൂടി നമ്മൾ 29ാം രാവിലേക്ക് കടക്കുന്നു. നാളെ 29ാമത്തെ നോമ്പാണ്. അപ്പോൾ നാളെ മഗ്‌രിബോടുകൂടി നിലാവ് കണ്ടാൽ നമ്മൾ നേരെ ശവ്വാൽ 1 ചെറിയ പെരുന്നാൾ രാവിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നാളെ മഗ്‌രിബോടുകൂടി നിലാവ് കണ്ടു എന്ന് നമുക്ക് വിശ്വാസയോഗ്യമായ നിലയിൽ അറിയിപ്പ് കിട്ടിയാൽ പെരുന്നാൾ രാവിലേക്ക് കടന്നു. ആ സമയത്ത് നമ്മൾ കൂടുതലായി അധികരിപ്പിക്കേണ്ട ഒരു കാര്യം തക്ബീർ അധികരിപ്പിക്കുക, തക്ബീർ ചൊല്ലുക. അതോടൊപ്പം തന്നെ എല്ലാ മുഅ്മിനീങ്ങളും മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കുക. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ്, അതെങ്ങനെയാണ് കൊടുക്കേണ്ടത്, എവിടെയാണ്, എത്രയാണ് കൊടുക്കേണ്ടത്, വിശാലമായ ചർച്ചയിലേക്ക് നമ്മളിതാ കടക്കുകയാണ്. ഇനി അഥവാ നിലാവ് കണ്ടില്ല, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 30ാമത്തെ നോമ്പിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ ഇത് ഞങ്ങൾക്ക് അറിയാം ഉസ്താദ്, ഇനി കൂടുതൽ വിശദീകരിച്ച് പറയണ്ട എന്നാർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ്. കാരണം ഫിത്ർ സക്കാത്തുമായി ബന്ധപ്പെട്ട് ഈ റമദാൻ തുടങ്ങിയിട്ട് എത്രയോ ആളുകളാണ് ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ആളുകൾ ചോദിച്ച സംശയങ്ങളും അതിനുള്ള മറുപടിയും നമ്മൾ ഇവിടെ ഒന്ന് പറയുകയാണ്. കാരണം നമ്മൾ പല ആളുകളും തെറ്റിദ്ധരിച്ച പല മസ്അലകളുമുണ്ട്. അതൊക്കെ മാറ്റി ഇസ്ലാമിൻ്റെ യഥാർത്ഥ നിയമം ഫിത്ർ സക്കാത്തിൽ എന്താണ് എന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിലൂടെ പഠിക്കാം. അല്ലാഹു തആല തൗഫീഖ് തരുമാറാവട്ടെ. നമ്മളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നത്തിലകപ്പെട്ടവർ, നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻറ്റായി ദുആ വസീയത്ത് പറയുന്നവർ, എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അല്ലാഹു മാറ്റിക്കൊടുക്കുമാറാവട്ടെ. എല്ലാവിധ ഹലാലായ മുറാദും അല്ലാഹു ഹാസിലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഫിത്ർ സക്കാത്തുമായി ബന്ധപ്പെട്ട് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല സൂറത്തുൽ അഅല അതിൽ പറയുന്നു, ഖദ് അഫ്ലഹ മൻ തസക്ക. ആ ഫിത്ർ സക്കാത്ത് നമ്മൾ റമദാനിൻ്റെ അവസാനം കൊടുക്കുന്ന, നമ്മൾ അങ്ങനെയാണ് കൊടുക്കാറ്, റമദാൻ 1 മുതലേ നമുക്ക് കൊടുക്കാം. ആ നമ്മൾ റമദാനിൽ കൊടുക്കുന്ന ഫിത്ർ സക്കാത്ത്, ആ ഫിത്ർ സക്കാത്ത് യഥാവിധി കൊടുത്തു വീട്ടുന്നവൻ അവൻ വിജയിച്ചു എന്ന് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറയുകയാണ്. എന്തിനാണ് ഈ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നത്? നമ്മൾ റമദാനിൽ പാപങ്ങൾ പൊറുപ്പിക്കാൻ വേണ്ടിയാണ് നോമ്പ് അനുഷ്ഠിക്കുന്നത്, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ നോമ്പ് പിടിക്കുന്നത്, മറ്റു ഇബാദത്തുകൾ ചെയ്യുന്നത്. പക്ഷേ എന്നാലും റമദാനിൽ പിടിക്കുന്ന നോമ്പിലും ഒരുപാട് ന്യൂനതകൾ വരും. നമ്മൾ അറിഞ്ഞും അറിയാതെയൊക്കെ ഒരുപാട് അബദ്ധങ്ങൾ ഈ റമദാനിൽ ചെയ്തവരാണ്. അപ്പോൾ റമദാനിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന നോമ്പ്, ആ നോമ്പിൽ പറ്റിയിട്ടുള്ള പിഴവുകൾ, പോരായ്മകൾ അല്ലാഹു തആല പരിഹരിച്ച് തരാൻ വേണ്ടിയാണ് ഫിത്ർ സക്കാത്ത് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ നിസ്കാരത്തിൽ എന്തെങ്കിലും പിഴവ് പറ്റിയാൽ, ഒരു റക്അത്ത് മറന്നുപോയി നമ്മൾ അത്തഹിയാത്തിലിരുന്നാൽ, അല്ലെങ്കിൽ ആദ്യത്തെ അത്തഹിയാത്ത് നമ്മൾ മറന്നാൽ, അല്ലെങ്കിൽ നമ്മൾ കുനൂത്ത് മറന്നാൽ, നമ്മൾ എന്ത് ചെയ്യും? സഹവിൻ്റെ 2 സുജൂദ് ചെയ്യും സലാം വീട്ടുന്നതിന് മുമ്പ്. എന്നതുപോലെ നോമ്പിൽ വന്ന പിഴവുകൾ മായ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നത്. അത് നമ്മൾ കൊടുത്തേ മതിയാകൂ, കൊടുക്കൽ നിർബന്ധമാണ്. സമ്പത്തുമായി ബന്ധപ്പെട്ട സക്കാത്ത്, ശരീരവുമായി ബന്ധപ്പെട്ട സക്കാത്ത് 2 വിധത്തിലാണ്. ഒന്ന് സക്കാത്തുൽ മാൽ, 2 സക്കാത്തുൽ ബദൻ. ഈ സക്കാത്തുൽ ബദൻ, ശരീരവുമായി ബന്ധപ്പെട്ട സക്കാത്താണ് ഫിത്ർ സക്കാത്ത്. നമ്മൾ പിടിച്ചിട്ടുള്ള നോമ്പ്, നമ്മൾ അനുഷ്ഠിക്കുന്ന നോമ്പ്, അത് അള്ളാഹുവിലേക്ക് ഇങ്ങനെ ഉയർത്തപ്പെടും. അത് ആകാശത്തിനും ഭൂമിക്കും ഇടയിൽ ഇങ്ങനെ തങ്ങി നിൽക്കും. എപ്പോഴാണോ അയാൾ ഫിത്ർ സക്കാത്ത് കൊടുത്തു വിടുന്നത്, ആ സമയത്താണ് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് അത് ഉയർത്തപ്പെടുക എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണാം. ഹിജ്റയുടെ 2ാമത്തെ വർഷമാണ് ഫിത്ർ സക്കാത്ത് നിർബന്ധമാക്കപ്പെട്ടത് എന്നും നമുക്ക് കാണാം. ഇനി ഫിത്ർ സക്കാത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ആരാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്? ഇവിടെ നമുക്ക് കാണാം, പെരുന്നാളിൻ്റെ ദിവസം
ചെറിയ പെരുന്നാൾ പകലിലും അതിൻ്റെ രാത്രിയിലും ആ 24 മണിക്കൂർ കഴിക്കാനുള്ള ഭക്ഷണം, അതുപോലെ ധരിക്കാനുള്ള വസ്ത്രം, അതുപോലെ പാർപ്പിടം, അതാർക്ക്? എനിക്കും എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, അതുപോലെ ഞാൻ ചെലവിന് കൊടുക്കുന്ന എൻ്റെ ഉമ്മ, എൻ്റെ വാപ്പ, അതായത് എൻ്റെ ചെലവിൽ കഴിയുന്ന എൻ്റെ വാപ്പ, എൻ്റെ ഉമ്മ, അതുപോലെ എൻ്റെ സഹോദരന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ കഴിയുന്ന സഹോദരന്മാർ, ഞാൻ ചെലവിന് കൊടുക്കുന്ന എൻ്റെ ആശ്രിതരായ ആളുകൾ, ഇവർക്ക് ഞാൻ പെരുന്നാൾ ദിവസവും അതിൻ്റെ രാത്രിയിലും കഴിക്കാനുള്ള ഭക്ഷണം കൊടുത്തു, അതുപോലെ വസ്ത്രം കൊടുത്തു, അതുപോലെ താമസിക്കാനുള്ള പാർപ്പിടം കൊടുത്തു. ഇത് കഴിഞ്ഞ് കടവും കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു മിച്ചം എനിക്കുണ്ടെങ്കിൽ ഞാൻ എന്ത് കൊടുക്കണം? ഫിത്ർ സക്കാത്ത് കൊടുക്കണം. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ കേൾക്കുന്ന നമ്മളെല്ലാവരും എന്ന് പറയാം ഭൂരിഭാഗം ആളുകളും ഫിത്ർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമുള്ളവരാണ്. ഇനി എപ്പോഴാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്? അതായത് നാളെ പെരുന്നാളാണ് എങ്കിൽ, നാളെ പെരുന്നാളാണെന്ന് എപ്പോൾ അറിയും? ഇന്നത്തെ മഗ്‌രിബോട് കൂടി നമ്മൾ അറിയും. ഇന്നിപ്പോൾ നിലാവ് കണ്ടാൽ നാളെ പെരുന്നാളാണെന്ന് അറിയും, അല്ലെങ്കിൽ എന്താ മാസം പൂർത്തിയാവണം. അപ്പോൾ നാളെ പെരുന്നാളാണ് എങ്കിൽ ഇന്ന് മഗ്‌രിബ് തൊട്ട് നാളെ പെരുന്നാൾ ദിവസം പെരുന്നാളിൻ്റെ നിസ്കാരത്തിൻ്റെ തക്ബീറത്തുൽ ഇഹ്റാം അല്ലാഹു അക്ബർ എന്ന് ഇമാമ് പറയുന്നതിന് മുമ്പുള്ള ആ ഒരു ടൈമിലാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്? ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. ഫിത്ർ സക്കാത്ത് റമദാൻ 1 മുതലേ നമുക്ക് കൊടുക്കൽ അനുവദനീയമാണ്. നമ്മുടെ ബന്ധുക്കൾ, അല്ലെങ്കിൽ നമ്മുടെ സ്നേഹിക്കുന്ന ആളുകൾ, നമ്മുടെ സ്നേഹിതന്മാർ, അവർക്കൊക്കെ നമുക്ക് നേരത്തെ കൊടുക്കാം, കുഴപ്പമില്ല. പക്ഷെ ഏറ്റവും അഫ്ദലായ സമയം നാളെ പെരുന്നാളാണെന്നറിഞ്ഞാൽ ഇന്നത്തെ രാത്രി, പിന്നെ നാളത്തെ പകലിൽ പെരുന്നാൾ നിസ്കാരത്തിന് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്നതിന് മുമ്പുള്ള ടൈമിൽ നമ്മൾ ഫിത്ർ സക്കാത്ത് കൊടുക്കലാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ടൈം. ഇനി ഫിത്ർ സക്കാത്ത് പിന്തിപ്പിക്കാം. ആ പെരുന്നാൾ ദിവസത്തിൻ്റെ മഗ്‌രിബ് വരെ പിന്തിപ്പിക്കാം, അസ്തമയ സമയം വരെ പിന്തിപ്പിക്കാം. ആർക്ക്? നമ്മുടെ ഒരു ബന്ധു വരാനുണ്ട്, അവൻ ഇത് വാങ്ങാൻ അർഹനാണ്. അല്ലെങ്കിൽ നമ്മുടെ ഒരു കൂട്ടുകാരൻ വരാനുണ്ട്, അവൻ ഈ ഫിത്ർ സക്കാത്ത് വാങ്ങാൻ അർഹനാണ്. അവൻ എവിടെയാ? തിരുവനന്തപുരത്ത് നിൽക്കുകയാണ്. ട്രെയിനിൽ ഓടി എവിടെ എത്തണം? കാസർഗോഡ് വരണം. അത് വരുമ്പോൾ പെരുന്നാൾ ദിവസത്തിലെ അസർ സമയമാകും. എങ്കിൽ എന്ത് ചെയ്യാം? അവനിക്ക് വേണ്ടി നമുക്ക് ആ സമയം വരെ പിന്തിപ്പിക്കാം. ഏറ്റവും അഫ്ളലായ സമയം വീണ്ടും പറയട്ടെ, ഏതാണ്? നാളെ പെരുന്നാളാണെങ്കിൽ ഇന്നത്തെ മഗ്‌രിബ് തൊട്ട് നാളെ പെരുന്നാളിന് ഇമാമ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് പെരുന്നാൾ നിസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്നതിന് മുമ്പുള്ള ടൈമിൽ നമ്മൾ കൊടുത്തു വീട്ടണം. പിന്നെ കൊടുക്കുന്ന സമയത്ത് നിയ്യത്ത് വെക്കണം, ഇതെൻ്റെ ഫിത്ർ സക്കാത്തിൻ്റെ അരിയാണ് എന്ന് നമ്മൾ മനസ്സിൽ കരുതുക, നമ്മൾ നാവ് കൊണ്ട് പറഞ്ഞു കൊടുക്കുക. ഇനി മറ്റൊരു സംശയം, ഉസ്താദേ എൻ്റെ ഭർത്താവ് ഗൾഫിലാണ്, ഉസ്താദേ എൻ്റെ മകൻ ഗൾഫിലാണ്, അപ്പോൾ ഗൾഫിലുള്ള മകൻ്റെ ഫിത്ർ സക്കാത്ത് നാട്ടിൽ ഞങ്ങൾ കൊടുത്താൽ മതിയോ? അവൻ അമേരിക്കയിലാണ്, അവൻ ബ്രിട്ടനിലാണ്, അവൻ കാനഡയിലാണ്, അപ്പോൾ അവനിക്ക് ഫിത്ർ സക്കാത്ത് അവിടെ കൊടുക്കാൻ ആരുമില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ കൊടുത്തോട്ടെ ഒന്ന് പറഞ്ഞാലും നമുക്കത് പറ്റൂല. അവൻ ഏത് നാട്ടിലാണോ ഉള്ളത് അവിടെയാണ് അവൻ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. ഗൾഫിലുള്ള പ്രവാസികളായ ആളുകൾ നമ്മൾ ഒരുപാട് പേര് നമ്മളോട് ദ്വാരക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു എല്ലാവർക്കും ഖൈറും സമാധാനവും കൊടുക്കട്ടെ. ആ പ്രവാസികളായ ആളുകൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫിത്ർ സക്കാത്ത് നിങ്ങൾ അവിടെ തന്നെയാണ് കൊടുക്കേണ്ടത്, അവിടെ തന്നെയാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഏത് നാട്ടിലാണോ നമ്മൾ താമസിക്കുന്നത് ആ നാട്ടിലെ ബഹുഭൂരിപക്ഷം ആളുകളും കഴിക്കുന്ന ധാന്യം എന്താണോ അതാണ് ഫിത്ർ സക്കാത്തായിട്ട് കൊടുക്കേണ്ടത്. ചില നാടുകളിൽ ഗോതമ്പ് ആയിരിക്കും മുഖ്യ ധാന്യമായിട്ട് കഴിക്കാറുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ആ ധാന്യം, ഇപ്പം നമ്മുടെയൊക്കെ നാടുകളിലൊക്കെ പറഞ്ഞാൽ അരിയാണ്. ഭൂരിഭാഗം നാടുകളിലും അരി തന്നെയാണ് മുഖ്യ ആഹാരം, അരി തന്നെയാണ് ചോറായിട്ട് കഴിക്കുന്നത്. അപ്പോൾ അരി തന്നെയാണ് നമ്മൾ കൊടുക്കേണ്ടത് ശാഫിഈ മദ്ഹബ് പ്രകാരം. അതായത് ലാ തുജ്സിഉ ഖീമത്തുൻ. ചില ആളുകൾ ചോദിക്കും, എന്തിനാ അരി എല്ലാ വീട്ടിലുണ്ടല്ലോ, കാശ് കൊടുത്താൽ പോരെ, കാശ് കൊടുത്താൽ അവർ കിട്ടുന്ന അരിക്ക് ഇറച്ചി വാങ്ങൂല്ലേ എന്നൊക്കെ ചോദിക്കും. നമ്മളിങ്ങനെ പറയുമ്പോൾ പലതും നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ദീനിനൊരു നിയമമുണ്ടല്ലോ, ഇസ്ലാമിനൊരു നിയമമുണ്ടല്ലോ. ചോറാണ് നമ്മുടെ മുഖ്യ ആഹാരം, അതുകൊണ്ട് ആ ചോറുണ്ടാക്കുന്ന അരി തന്നെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ചില ഉമ്മമാർ ചോദിക്കും, ഉസ്താദേ നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ ഒരുപാട് അരി കിട്ടുന്നുണ്ട്, അവർക്ക് ഇല്ലാത്തത് അരിപ്പൊടിയാണ്, അപ്പോൾ നമ്മൾ ഈ അരിപ്പൊടി വാങ്ങിച്ചു കൊടുത്താൽ മതിയോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്തിനാണ് നിങ്ങൾ കഷ്ടപ്പെടുന്നത്? ദീൻ പറഞ്ഞത് എന്താ? മുഖ്യധാന്യം അരി, അത് കൊടുക്കാനാണ്, അത് കൊടുക്കുക. അപ്പോൾ കിട്ടുന്ന ആൾ അത് പൊടിച്ചിട്ട് എന്ത് പലഹാരം എന്തുമാക്കിക്കൊള്ളട്ടെ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അരിപ്പൊടിയെ വാങ്ങിച്ചു കൊടുക്കൂ അങ്ങനെ നിർബന്ധമാണെങ്കിൽ ഫിത്ർ സക്കാത്തിൻ്റെ അരി കൊടുക്കുന്നതോടൊപ്പം തന്നെ കുറച്ച് അരിപ്പൊടിയും വാങ്ങിച്ചു കൊടുത്തേക്ക്. കാരണം നമ്മൾ ദീൻ എന്ത് പറയുന്നു അതനുസരിച്ചല്ല ജീവിക്കേണ്ടത്. അപ്പോൾ ലാ തുജ്സിഉ ഖീമത്തുൻ, നമുക്ക് വില കൊടുത്താൽ മതിയാവില്ല, കുറച്ച് അരിയും കൊടുത്തോ കുറച്ച് പൈസയും കൊടുത്തോ, അപ്പോൾ അത് തീർന്നല്ലോ. അപ്പോൾ പൈസ ഞങ്ങൾക്ക് കൊടുക്കണം, പൈസയാണ് കൊടുക്കേണ്ടത്, അങ്ങനെയുള്ള ആളുകൾക്ക് പൈസ കൊടുത്തോ, പക്ഷേ അതോടൊപ്പം തന്നെ ആ ഫിത്ർ സക്കാത്തിൻ്റെ അരി അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. പിന്നെ ന്യൂനതയില്ലാത്ത അരി കൊടുക്കണം. അത് ഏതായാലും ഫിത്ർ സക്കാത്തിൻ്റെ അരി കഴിഞ്ഞ വർഷം നമ്മൾ വാങ്ങിച്ച് ഇപ്പോഴും ഇരിപ്പുണ്ട്, അതങ്ങോട്ട് കൊടുക്കുക. ന്യൂനതയുള്ള പുഴു കുത്തിയ അല്ലെങ്കിൽ നനഞ്ഞ അങ്ങനെയുള്ള അരിയൊന്നും കൊടുക്കാൻ പാടില്ല. അങ്ങനെയല്ല, നല്ല ഫ്രഷായ അരി വാങ്ങിച്ചു കൊടുക്കണം.
അപ്പോൾ അരി പറയുമ്പോൾ സുരേഖാരി ഉണ്ട്, പിന്നെ ജയാരി ഉണ്ട്, മട്ടരി ഉണ്ട്. ഇപ്പോൾ ചില ആളുകൾ എന്തിനാ ഇങ്ങനെ ഈ സുരേഖാരി കൊടുക്കുന്നത്, എന്തിനാ കുത്തരി കൊടുക്കുന്നത്, എന്താ ബിരിയാണി അരി കൊടുത്താൽ എന്താ പ്രശ്നം, അലിബാബ കൊടുത്താൽ എന്താ പ്രശ്നം, അല്ലെങ്കിൽ കൈമ കൊടുത്താൽ എന്താ പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ല. നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇപ്പോൾ കൈമ അരിക്കൊക്കെ എന്തോ 100 രൂപ 1 കിലോക്ക് വില. ചില ബിരിയാണി അരി 75 ഉണ്ട്, 85 ഉണ്ട്, 105 ഉണ്ട്. നമുക്കിഷ്ടമുള്ളത് വാങ്ങിച്ചു കൊടുക്കാം. അതായത് നമുക്ക് നാട്ടിലെ മുഖ്യ ഭക്ഷണം അത് അരിയാണ്. അപ്പോൾ അരി തന്നെയാണ് കൊടുക്കേണ്ടത്. ഏത് അരി കൊടുത്താലും കുഴപ്പമില്ല. റേഷൻ അരി ഒന്ന് ഒഴിവാക്കിയ ഖൈറാണ്. കാരണം അതിൽ ന്യൂനത ഉണ്ടാവാൻ സാധ്യതയുണ്ട്, പുഴു ഉണ്ടാകും. അതായത് ആ വാങ്ങുന്ന ആൾ തന്നെ ഇവനിക്ക് ഇത് തരാനാണല്ലോ തോന്നിയത് എന്നൊരു തോന്നൽ നമ്മളായിട്ട് ഉണ്ടാക്കണ്ട കേട്ടോ. ഇനി അളവാണ് ഉസ്താദ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഏത് ഞങ്ങൾ 2.5 കൊടുക്കണോ, 2.25 കൊടുക്കണോ, 2.800 കൊടുക്കണോ, 3 കൊടുക്കണോ? ഒരുപാട് സംശയങ്ങളാണ്. ഇവിടെ ഫിത്ർ സക്കാത്തിന്റെ അരി കൊടുക്കേണ്ടത് 1 സ്വാൻ, അറബി കണക്കനുസരിച്ച് 1 സ്വാ ആണ് കൊടുക്കേണ്ടത്. 1 സ്വാ എന്ന് പറഞ്ഞാൽ 4 മുദ്ദാൻ. 4 മുദ്ദിൽ 1 മുദ്ദെന്ന് പറഞ്ഞാൽ ഇവിടെയാണ് പ്രശ്നം. 1 മുദ്ദെന്ന് പറഞ്ഞാൽ പല അളവാണ്. ചില ആളുകൾ പറയുന്നു ഗ്രാം വെച്ച് നോക്കുമ്പോൾ 650 ഗ്രാമാണ്, അല്ലെങ്കിൽ 700 ഗ്രാമാണ്, 750 ഗ്രാമാണ് എന്നൊക്കെ പല അഭിപ്രായങ്ങളുമുണ്ട്. നമ്മളിവിടെ പിടിക്കുന്നത് 750 ഗ്രാമാണ്. 1 മുദ്ദെന്ന് പറഞ്ഞാൽ 750 ഗ്രാമാണ്. അതിനാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരും ഇജ്മാ ആയിട്ട് എല്ലാവരും ഒന്നിച്ച് പറഞ്ഞത് ഏകദേശം 1 മുദ്ദെന്ന് പറഞ്ഞാൽ 750 ഗ്രാമാണ്. അപ്പോൾ ആ 750 ഗ്രാം ഇൻറ്റു 4, അപ്പോൾ ഏകദേശം ഒരു 3 കിലോ ഏകദേശം വരും. എൻ്റെ പൊന്നുസ്താദ് നിങ്ങൾ എന്താ പറയുന്നത്, ഈ 3 കിലോ ഒന്നും കൊടുക്കാൻ പറ്റില്ല, ഞങ്ങളൊക്കെ പണ്ട് മുതലേ 2.5 കിലോ കൊടുക്കുന്നത്, നിങ്ങൾ 2.600 കൊടുക്കുന്നത്, 2.700 കൊടുക്കുന്നത്, നിങ്ങൾ വന്നിട്ട് ഈ 3 കിലോ. ഞാനിത് നിർബന്ധമായിട്ട് പറഞ്ഞതല്ല, ഒരു സൂക്ഷ്മത. ഉസ്താദ് പുതിയ ഫത്വ ഇറക്കുവാണോ, 3 കിലോ കൊടുക്കണം എന്നൊക്കെ പുതിയ ഫത്വ ഇറക്കുവാണോ എന്നൊക്കെ ചോദിക്കാൻ ചില ആളുകൾ വന്നേക്കാം. ഞാൻ അവരോട് എല്ലാവരോടും സ്നേഹത്തോടു കൂടി പറയട്ടെ. ഇപ്പോൾ ഈ മുദ്ദിൻ്റെ പാത്രം ഉണ്ടല്ലോ, 4 മുദ്ദ് കൂടിയാണ് ഒരു സ്വാ ആണ് കൊടുക്കേണ്ടത്. 1 മുദ്ദ് നമ്മൾ അളക്കുന്ന പാത്രം, ഒരു പാത്രത്തിൽ, മുദ്ദിൻ്റെ പാത്രത്തിൽ സുരേഖ അരി നമ്മൾ എടുത്തു, അത് ഫുള്ളാക്കി, എന്നിട്ട് നമ്മൾ തൂക്കി നോക്കുന്നു. പിന്നെ ആ മുദ്ദിൻ്റെ പാത്രത്തിൽ മട്ട അരി, ജയ അരി എടുത്തു, അത് നമ്മൾ തൂക്കി നോക്കുന്നു. പിന്നെ അതിൽ ബിരിയാണി അരി എടുത്തു, നമ്മൾ തൂക്കി നോക്കുന്നു. എല്ലാം നമ്മൾ എടുത്തത് ഓരോ മുദ്ദ് വീതമാണ്. ആ മുദ്ദിൻ്റെ പാത്രത്തിൽ ഫുള്ളാണ് എടുത്തത്. എന്നിട്ട് ആ ഇട്ട സുരേഖാരി നമ്മൾ തൂക്കി നോക്കുമ്പോഴും, ജയാരി തൂക്കി നോക്കുമ്പോഴും, ബിരിയാണിയുടെ അരി തൂക്കി നോക്കുമ്പോഴും അളവ് ഒന്നാണ്, പക്ഷേ തൂക്കം വ്യത്യാസമാണ്. ആ മുദ്ദിൻ്റെ പാത്രത്തിലെടുത്ത അളവ് ഒന്നാണ്, പാത്രം ഫുള്ള് നമ്മൾ എടുത്തിട്ടുണ്ട്, പക്ഷെ അത് അളന്നു നോക്കുമ്പോൾ വ്യത്യസ്തമായ അളവാണ്. കാരണം ആ അരിയുടെ രൂപവും കോലവും തൂക്കവും വ്യത്യസ്തമാണ്. സുരേഖാരിയേക്കാൾ തടിച്ചതും തൂക്കം കൂടുതലുമുണ്ട് എന്തിന്? ഈ പാലക്കാടൻ മട്ട എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വെയിറ്റുള്ള അരിയാണെന്ന് തോന്നണേ. അപ്പോൾ അതിന് സുരേഖ അരിയേക്കാൾ കൂടുതൽ വെയിറ്റ് ഉണ്ട്. അപ്പോൾ 1 മുദ്ദിൻ്റെ പാത്രത്തിൽ നമ്മൾ സുരേഖ അരി എടുത്ത് നമ്മൾ അളന്നു, എന്നിട്ട് നമ്മൾ ഒരു ത്രാസിൽ വെച്ച് തൂക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 650 ഗ്രാം കിട്ടിയെന്ന് വെക്കാം ഉദാഹരണം. അതേ ആ മുദ്ദിൻ്റെ പാത്രത്തിൽ പാലക്കാടൻ മട്ട അത് നമ്മൾ എടുത്തു, അളന്നു, എന്നിട്ട് നമ്മൾ തൂക്കി നോക്കുന്ന സമയത്ത് ചിലപ്പോൾ 700, 710, 720 ഉണ്ടാവാം. അപ്പോൾ മുദ്ദിൻ്റെ പാത്രത്തിൽ അളവ് ഒന്നാണ്, പക്ഷെ രണ്ടും തൂക്കി നോക്കിയപ്പോൾ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ അരിക്കനുസരിച്ചും വ്യത്യാസം ഉണ്ടാവാം. അതുകൊണ്ട് സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഇനിയിപ്പോൾ സുരേഖാരി ആവട്ടെ, മട്ടരി ആവട്ടെ, ജയാരി ആവട്ടെ, ഇനിയിപ്പോൾ പാലക്കാടൻ മട്ടയാവട്ടെ, ഇനി ബിരിയാണി അരി ആവട്ടെ, എന്തുമാവട്ടെ, ഒരു സൂക്ഷ്മത തർക്കിക്കാനില്ല. സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഒരു 3 കിലോ വരെ നമുക്ക് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഉറപ്പാണോ 2.600 ആണ് അല്ലെങ്കിൽ 2.700 ആണെന്ന് ഉറപ്പാണെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. പക്ഷെ ആ ഉറപ്പ് പലപ്പോഴും ഇന്നത്തെ കാലത്ത് തെറ്റിപ്പോവാം. അതുകൊണ്ട് ഒരു 3 വരെ, 2.25 കിലോ അരി വാങ്ങുന്നതും ഒരു 1/4 കിലോ കൂട്ടിയിട്ട് 3 കിലോ അരി വാങ്ങുന്നതും ഒരു വ്യത്യാസം ഉണ്ടാവുമല്ലോ. ഒരു 10, 20, 30 രൂപയുടെ വ്യത്യാസമല്ലേ വരുള്ളൂ. അത് നമ്മളിങ്ങനെ പിശിക്കണോ? സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഒരു 3 കിലോ കൊടുത്താൽ വളരെ റാഹത്താണ്. ഇപ്പോൾ എന്നോട് ഒരുപാട് പേര് ചോദിച്ചു എത്ര കിലോ കൊടുക്കണോ. ഞാൻ അവരോട് പറഞ്ഞു, ഇക്ക നമ്മളിങ്ങനെ അളക്കുന്ന സമയത്ത്, അത് തൂക്കി നോക്കുന്ന സമയത്ത് വ്യത്യാസം ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഒരു 3 കിലോ കൊടുത്തേക്ക്. കാരണം കൂടിപ്പോയി എന്ന് വെച്ച് ഇപ്പോൾ ഒന്നും സംഭവിക്കാനില്ല. കുറഞ്ഞു പോയാൽ ആ ഫിത്ർ സക്കാത്തേ പോയില്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മളെന്താ ഒരു സൂക്ഷ്മതയ്ക്ക് വേണ്ടി 3 കിലോ കൊടുത്തു. ഞാനിത് പുതിയ ഫത്വ ഇറക്കില്ല. ആരും ഇത് ക്ലിപ്പാക്കിയിട്ട് ഇനി വ്യാപിപ്പിച്ച് തർക്കിച്ച് ഇനി അത് ഒരു ഇടങ്ങേറാകണ്ട. അത് ഞാൻ അഡ്വാൻസ് ആയിട്ട് പറയാണ്. ആരും തർക്കിക്കാനൊന്നുമല്ല. എൻ്റെ ശബ്ദം കേൾക്കുന്ന എൻ്റെ സ്നേഹമുള്ള എൻ്റെ ഉമ്മമാരോട്, എന്നെ സ്നേഹിക്കുന്ന നമ്മുടെ ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ട ഉപ്പമാരോട് സ്നേഹബുദ്ധിയാ പറയട്ടെ, 3 കിലോ കൊടുക്കലാണ് ഖൈർ.
കാരണം കുറച്ച് കൂടി എന്ന് വെച്ചാൽ ഒന്നും സംഭവിക്കാനില്ല. ഫിത്ർ സക്കാത്ത് കൊടുക്കുന്ന ആ അളവ് കുറഞ്ഞാൽ പിന്നെ ആ സക്കാത്തിൻ്റെ ആ ഒരു പ്രതിഫലം നമുക്ക് നഷ്ടപ്പെടും. എന്തിനാണ് നഷ്ടപ്പെടും? 30 ദിവസം നമ്മൾ നോമ്പ് പിടിക്കുന്നു, 29 നോമ്പ് പിടിക്കുന്നു, എത്ര കഷ്ടപ്പെട്ടാണ് നോമ്പ് പിടിക്കുന്നത്. ആ നോമ്പിന് എന്താ പറയുക, ഒരു 300 ഗ്രാം കൂടിപ്പോയി എന്ന് വിചാരിച്ച് ഒന്നും സംഭവിക്കാനില്ല. അതുകൊണ്ട് ആ അരി ആ 3 കിലോ ആക്കി കൊടുത്താൽ വളരെ റാഹത്താണ്. ഇത് പുതിയ ഫത്വ ഒന്നും അല്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ആ മുദ്ദിൻ്റെ അളവ് ആ ഓരോ അരിക്കും വ്യത്യസ്തമായ അളവാണ്. അതുകൊണ്ട് എല്ലാ അരിയും ഏകദേശം കൊടുക്കുകയാണെങ്കിൽ ഒരു 3 കിലോ കൊടുത്താൽ വളരെ ഹൈറാണ്. ഇനി ആർക്കാണ് കൊടുക്കേണ്ടത്? ഇവിടെ ഭയങ്കര ചിലപ്പോൾ തട്ടിപ്പെന്ന് തന്നെ നമുക്ക് പറയാം. തട്ടിപ്പല്ല, എന്നാലും ചിലപ്പോൾ തട്ടിപ്പിൻ്റെ രൂപത്തിൽ വരും. എന്ത്? ഒരു കോമ്പൗണ്ടിൽ മാമയുണ്ട്, മൂത്താപ്പയുണ്ട്, മൂത്താപ്പയുടെ മോളുണ്ട്, എളാപ്പയുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊടുക്കുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ട് തരുന്നു, ഇവിടെ നിന്ന് അങ്ങോട്ട് കൊടുക്കുന്നു. 4 വീട്ടുകാരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് ഒപ്പിക്കുകയാണ്. അതായത് പുറത്തേക്ക് പോവില്ല, അവിടെ തന്നെ. അങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷേ അത് അർഹരാവണം. സക്കാത്തിൻ്റെ അർഹരായ ആളുകൾക്കാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. ഫക്കീർ, മിസ്കീൻ, കടം കൊണ്ട് വലഞ്ഞ ആളുകൾ, പുതുതായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകൾ, ഇവർക്കൊക്കെയാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്? ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടതും മറ്റ് സക്കാത്ത് കൊടുക്കേണ്ടതും. ഫക്കീർ, മിസ്കീൻ, അതായത് നമ്മുടെ കുടുംബത്തിൽ തന്നെ നമ്മുടെ കൊച്ചാപ്പാട മകൾ അല്ലെങ്കിൽ നമ്മുടെ മൂത്താപ്പാട മോൻ, അവൻ ആരാണ്? ഈ ഫക്കീറാണ്, മിസ്കീൻ. അതായത് പാവപ്പെട്ടവരാണെങ്കിൽ നമുക്ക് അവർക്ക് കൊടുക്കലാണ് ഏറ്റവും ഹൈർ. ഇപ്പോൾ നമ്മൾ സമ്പന്നനായ നമ്മുടെ മൂത്താപ്പാട മകന് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ കൂലി നമ്മുടെ ബന്ധുവല്ലാത്ത പാവപ്പെട്ട ഒരു ഫക്കീറായ മിസ്കീനായ അയൽവാസിക്ക് കൊടുക്കലാണ്. അപ്പോൾ അർഹരായ ആൾ ആരാണോ അവർക്കാണ് നമ്മൾ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. ഇവിടെ ചോദിക്കും, ഉസ്താദെ ഞങ്ങളുടെ തൊട്ടടുത്തൊരു അമുസ്ലിമായ സഹോദരനുണ്ട്, അപ്പോൾ അയാൾക്ക് ഫിത്ർ സക്കാത്ത്, അയാൾ വളരെ പാവപ്പെട്ട ആൾ, അയാൾക്ക് ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ അയാൾക്ക് ഫിത്ർ സക്കാത്ത് കൊടുക്കാം, പക്ഷേ ഫിത്ർ സക്കാത്തായിട്ട് വീടില്ല. ആ കൊടുക്കുമ്പോൾ എന്താവും? അതൊരു സ്വതക്ക് കൊടുത്ത കൂലിയെ കിട്ടുള്ളൂ. ഫിത്ർ സക്കാത്തായിട്ട് കൊടുക്കുന്ന കൂലി കിട്ടണമെങ്കിൽ, സക്കാത്ത് കൊടുത്ത കൂലി കിട്ടണമെങ്കിൽ അതൊരു മുസ്ലിമായ ആൾക്ക് കൊടുക്കണം. ഇത് ഒരു വർഗീയതയൊന്നുമല്ല, നമ്മുടെ ദീനിൻ്റെ നിയമമാണ്. ശബരിമലക്കാലത്ത് അവർ നമ്മുടെ വീട്ടിൽ വന്നാൽ അവർ ഇറച്ചി നമ്മൾ എത്ര പുഞ്ഞാരിച്ചു കൊടുത്താലും, എത്ര നമ്മളോട് സ്നേഹമുള്ള ആളുകളാണെങ്കിലും അവർക്ക് നമ്മൾ ഇറച്ചി കൊടുത്താൽ അവർ കഴിക്കാത്തതുപോലെ ഇത് നമ്മുടെ ദീനിൻ്റെ നിയമമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക? നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ള അമുസ്ലിമായ ആളുകൾക്ക് കൊടുക്കാം, പക്ഷേ കൊടുക്കുമ്പോൾ അതൊരു സ്വതക്കയായിട്ടേ പരിഗണിക്കപ്പെടുകയുള്ളൂ. അല്ലാതെ ഫിത്ർ സക്കാത്തായിട്ട് പരിഗണിക്കണമെങ്കിൽ മുസ്ലിമായ ഈ ഫക്കീറായ മിസ്കീനായ ആളുകൾക്ക് കൊടുത്താലേ പറ്റുകയുള്ളൂ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉസ്താദെ, എൻ്റെ ഉമ്മ മരിച്ചിട്ട് 1 മാസമായി, അപ്പോൾ ആ ഉമ്മാക്ക് വേണ്ടി ഞാൻ ഫിത്ർ സക്കാത്ത് കൊടുക്കണോ? മരണപ്പെട്ട ആ ഉമ്മാക്ക് വേണ്ടി ഫിത്ർ സക്കാത്ത് കൊടുക്കണ്ട, പക്ഷേ ജനിച്ച ആൾക്ക് വേണ്ടി കൊടുക്കണം. എപ്പോൾ? അതായത് ഇപ്പോൾ ഇന്നത്തെ മഗ്‌രിബോട് കൂടി നമ്മൾ എന്തിലാ പെരുന്നാളിലേക്ക് പ്രവേശിക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഒരു 5 മണി അല്ലെങ്കിൽ 6 മണിക്ക് ഒരു കുട്ടി ജനിച്ചു എങ്കിൽ ആ കുട്ടിക്ക് നമ്മൾ കൊടുക്കണം. ആ മഗ്‌രിബ് ബാങ്കിന്, അതായത് പെരുന്നാൾ രാവിലെ തൊട്ട് മുമ്പ് ജനിച്ച കുട്ടിക്ക് നമ്മൾ ഫിത്ർ സക്കാത്ത് കൊടുക്കണം. പിന്നെ ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഞാനാണ് എൻ്റെ ഭാര്യയ്ക്ക് ചിലവിന് കൊടുക്കുന്നത്, എൻ്റെ മക്കൾക്ക് ചിലവിന് കൊടുക്കുന്നത്, എൻ്റെ വാപ്പയ്ക്ക് എൻ്റെ ഉമ്മക്കൊക്കെ ചിലവിന് കൊടുക്കുന്നത് ഞാനാണെങ്കിൽ ആ എൻ്റെ ചിലവിൽ കഴിയുന്ന എല്ലാവർക്കും ഫിത്ർ സക്കാത്ത് ഞാനാണ് കൊടുക്കേണ്ടത്. എൻ്റെ മകൻ അവൻ കാസർഗോഡ് പഠിക്കുകയാണ്, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് അവൻ ജോലിയിലാണ്, അല്ലെങ്കിൽ എറണാകുളത്ത് അവൻ ജോലി ചെയ്യുകയാണ്. അവൻ്റെ കാര്യം അവൻ തന്നെയാണ് നോക്കുന്നത്. അവൻ ജോലി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവൻ പഠിപ്പിൻ്റെ കൂടെ ചെറിയൊരു പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അവൻ്റെ ചിലവിനുള്ള പൈസ അവൻ തന്നെ സമ്പാദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ ഫിത്ർ സക്കാത്ത് അവനാണ് കൊടുക്കേണ്ടത്. കാരണം അവൻ്റെ ചിലവ് അവൻ തന്നെയാണ് നോക്കുന്നത്. ആരാണോ ചിലവ് നോക്കുന്നത് അവർ തന്നെയാണ് കൊടുക്കേണ്ടത്. നമ്മൾ നേരത്തെ ഗൾഫിലെ കാര്യം പറഞ്ഞു. ഗൾഫിൽ നമ്മുടെ മകനുണ്ടെങ്കിൽ അവൻ അവിടെ അവൻ്റെ ചിലവ് നോക്കുന്നു. അവൻ സ്വന്തമായി സമ്പാദിക്കുന്ന പൈസ കൊണ്ടാണ് അവൻ അവിടെ കഴിയുന്നത്. അതുകൊണ്ട് അവൻ അവിടെയാണ് കൊടുക്കേണ്ടത്. നാട്ടിൽ താമസിക്കുന്ന ആളുകൾ ഇവിടെ തന്നെയാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഫിത്ർ സക്കാത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇതിൻ്റെ കൂടെ കൂട്ടി ഒരു കാര്യം കൂടി പറയട്ടെ. പല ആളുകളും ചോദിച്ചു, ഉസ്താദെ എൻ്റെ ഭാര്യ ഗർഭിണിയാണ്, റമദാനിൽ നോമ്പ് പിടിക്കാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ പ്രസവം കഴിഞ്ഞ് കിടക്കുകയാണ്, നോമ്പ് പിടിക്കാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ എൻ്റെ ഉമ്മ രോഗിയാണ്, നോമ്പ് പിടിക്കാൻ പറ്റിയിട്ടില്ല, എങ്ങനെയാണ് അരി കൊടുക്കേണ്ടത്? കേട്ടോ, ഗർഭിണിയായ ഒരു പെണ്ണ് അല്ലെങ്കിൽ പാലൂട്ടുന്ന ഒരു പെണ്ണ്, അവൾ നോമ്പ് പിടിക്കുന്നില്ല. എന്തേ നോമ്പ് പിടിക്കാത്തത്? അവൾ നോമ്പ് പിടിക്കാത്തത് സ്വന്തം ഞാൻ നോമ്പ് പിടിച്ചാൽ എൻ്റെ ശരീരത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും എന്ന് വിചാരിച്ചാണ് അവൾ നോമ്പ് ഉപേക്ഷിച്ചതെങ്കിൽ അവൾ എന്ത് ചെയ്താൽ മതി? മുദ്ദ്, അതായത് മുദ്ദ് അരിയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നീട് അവളുടെ ആ പ്രയാസങ്ങളൊക്കെ മാറിയിട്ട് അവൾ ഖളാ വീട്ടിയാൽ മതി. ഗർഭിണിയായ പെണ്ണ് അവൾ നോമ്പ് പിടിക്കുന്നില്ല, അല്ലെങ്കിൽ പ്രസവിച്ച് കിടക്കുന്ന പാല് കൊടുക്കുന്ന പെണ്ണ് അവൾ നോമ്പ് പിടിക്കുന്നില്ല. എന്തേ നോമ്പ് പിടിക്കാത്തത്? സ്വന്തം ശരീരത്തെ ഭയന്നിട്ടാണ് എങ്കിൽ അവൾ അടുത്ത റമദാനിന് മുമ്പ് ഖളാ വീട്ടിയാൽ മതി.
ഇനി ഒരു ഗർഭിണിയായ പെണ്ണ് അല്ലെങ്കിൽ കുട്ടിക്ക് പാല് കൊടുക്കുന്ന പെണ്ണ് ഓള് നോമ്പ് ഉപേക്ഷിച്ചത് എന്ത് കാരണത്താലാണ്? കുട്ടിയുടെ കാര്യം ഭയന്നിട്ടാൻ. ഞാൻ നോമ്പ് പിടിച്ചാൽ എൻ്റെ വയറ്റിലുള്ള കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാകും, എനിക്ക് കുഴപ്പമില്ല പക്ഷെ കുട്ടിക്ക് പ്രശ്നം ഉണ്ടാകും. അല്ലെങ്കിൽ പാല് കൊടുക്കുന്ന സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവള് നോമ്പ് പിടിക്കാത്തത് ഞാൻ നോമ്പ് പിടിച്ചാൽ എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാകും, അങ്ങനെ കുട്ടിയുടെ കാര്യത്തിനാണ് ഭയന്നതെങ്കിൽ അവൾ അങ്ങനെയാണ് നോമ്പ് ഉപേക്ഷിച്ചതെങ്കിൽ ഖളാ വീട്ടണം, പ്ലസ് മുദ്ദും കൊടുക്കണം അടുത്ത റമദാനിന് മുമ്പ്. പിന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മയുണ്ട്, ഉമ്മക്ക് നോമ്പ് പിടിക്കാൻ പറ്റൂല, കാരണം ഉമ്മ രോഗിയാണ്, ഉമ്മയുടെ രോഗം ശിഫയാകൊന്നുമില്ല, ഉമ്മാക്ക് ഇനി പിടിച്ച് വീട്ടാനും പറ്റൂല. അങ്ങനെയാണെങ്കിൽ ഉമ്മാക്ക് മുദ്ദ് മാത്രം കൊടുത്താൽ മതി, ഉമ്മാക്ക് നോമ്പ് ഖളാ വീട്ടേണ്ട കാര്യമില്ല. അപ്പോൾ രോഗിയായ ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ രോഗിക്ക് ആ രോഗം ഇനി ശിഫയാവൂല, ഇനി ഇത് കാലാകാലം ഉണ്ടാവും, ഈ രോഗം തളർന്നു കിടക്കുവാണ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമാണ്, അതെന്താ ഇനി നോമ്പൊന്നും പിടിക്കാൻ പറ്റൂല, അങ്ങനെയുള്ള സാഹചര്യമാണെങ്കിൽ അയാൾക്ക് എന്ത് മതി? ആ മുദ്ദ് കൊടുത്താൽ മതി, ആ പിടിക്കാൻ പറ്റാത്തതിൻ്റെ അരി കൊടുത്താൽ മതി. എന്ത്? നോമ്പ് ഖളാ വീട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ ചോദിക്കും എത്ര അളവാണ് കൊടുക്കേണ്ടത്? ഇവിടെ നമ്മൾ ഒരു മുദ്ദ് നേരത്തെ നമ്മൾ പറഞ്ഞ ഏകദേശം ഒരു 750, സൂക്ഷ്മത ഏറ്റവും അവസാനം 750 ഗ്രാം അരി വെച്ച്, ഒരു നോമ്പ് പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ 750 ഗ്രാം വെച്ച് അങ്ങോട്ട് കൊടുത്തേക്കാം. എത്ര നോമ്പാണോ പിടിക്കാൻ പറ്റാതെയുള്ളത് ആ ഒരു കണക്കെടുത്തിട്ട് നമ്മൾ 750 ഗ്രാം വെച്ച് അരി അത് ഒരാൾക്ക് തന്നെ കൊടുക്കാം. അല്ലെങ്കിൽ ആ അരി എത്ര, ഇപ്പോൾ 20 കിലോ ഉണ്ടെങ്കിൽ ആ 20 കിലോ 5 കിലോ ആക്കിയിട്ട് 4 പേർക്ക് കൊടുക്കാം, എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഇനി പറയാൻ പോകുന്ന അടുത്ത കാര്യം, ഇത് പറയുമ്പോൾ പല ആളുകളും ചിലപ്പോൾ വീഡിയോ നിർത്തിപ്പോയേക്കാം, അല്ലെങ്കിൽ ഈ കാര്യം പറയുന്ന ഉസ്താദിന് ഇഷ്ടമല്ല. എന്താ? സക്കാത്ത്. ഓ സക്കാത്ത് യൂസുഫ് അലി സാഹിബ് കൊടുക്കേണ്ടത്, ഞങ്ങളൊന്നും കൊടുക്കേണ്ടതല്ല എന്നൊക്കെ പറഞ്ഞ് പല ആളുകൾ അങ്ങനെ പറയുന്നുണ്ട്. ആ ഞങ്ങളുടെ നാട്ടിലെ വലിയ സമ്പന്നം കൊടുക്കേണ്ട ആളാണ്, അയാൾ കൊടുക്കേണ്ടതാണ്, ഇയാൾ കൊടുക്കേണ്ടത്, ഞാനൊക്കെ സക്കാത്ത് ഇങ്ങോട്ട് വാങ്ങാൻ അർഹനാണ്, അല്ലാതെ അങ്ങോട്ട് കൊടുക്കാനല്ല. ഞാൻ പറയട്ടെ, 595 ഗ്രാം വെള്ളിയുടെ പൈസ ഏകദേശം ഇന്നത്തെ കാലത്തൊരു 40,000 രൂപ, ഏകദേശ കണക്കാണേ, കറക്റ്റ് അല്ലേ? ഇപ്പോൾ ഏകദേശം ഒരു 40,000 രൂപ. ഈ 40,000 രൂപ എൻ്റെ കയ്യിലോ എൻ്റെ പേഴ്സിലോ എൻ്റെ ബാലൻസ് അക്കൗണ്ടിലോ 40,000 രൂപ ഒരു വർഷം, അതായത് ഈ വർഷം ജനുവരി 1 മുതൽ അടുത്ത വർഷം ജനുവരി 1 വരെ ആ 40,000 രൂപ അങ്ങനെ തന്നെ കിടക്കുന്നു. അതിൽ 40,000-ൽ നിന്ന് കുറഞ്ഞാൽ പ്രശ്നമില്ല, കൂടുന്നുണ്ട്. ചിലപ്പോൾ 40 ആവും, ചിലപ്പോൾ 80 ആവും, ചിലപ്പോൾ 90 ആവും, പിന്നെ 40 ആവും. അതായത് 40,000-ൽ നിന്ന് താഴേക്ക് പോകുന്നില്ല. ആ ഒരൊറ്റ വർഷം ഒന്നെങ്കിൽ 40,000 രൂപയോ അല്ലെങ്കിൽ ആ 40,000 രൂപയേക്കാൾ മുകളിലോ ഉണ്ടെങ്കിൽ എത്രയാണോ പൈസ ഉള്ളത് അതിൻ്റെ 2.5% ഞാൻ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. ഇതാണ് പൈസയുടെ സക്കാത്ത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത്, സ്ത്രീകളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടല്ലോ, ഉമ്മമാരുണ്ടല്ലോ, സ്വർണത്തിന് സക്കാത്ത് ഉണ്ട്. അതായത് സ്വർണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ആഭരണമല്ല. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇടുന്ന വളയുണ്ട്, ഒരു കട്ടിവള അലമാരി വെച്ചിട്ടുണ്ട്, അത് എവിടെയെങ്കിലും കല്യാണത്തിന് പോകുമ്പോൾ ഇടും. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്ന ആഭരണത്തിനാണെങ്കിൽ സക്കാത്തില്ല. നിങ്ങൾ ഉപയോഗിക്കുന്നതല്ലേ, നിങ്ങൾക്കുള്ളതാണ്. പക്ഷേ നമ്മൾ കല്യാണത്തിൻ്റെ അന്ന് ഇട്ട വലിയൊരു ചെയിൻ മാല, പിന്നെ വേറെ കുറച്ച് മാലയൊക്കെ ഉണ്ടല്ലോ, ഷോമാല, സ്വർണത്തിൻ്റെ ഷോമാല ഉണ്ടാവും. അതെന്താണ്? കല്യാണത്തിൻ്റെ അന്ന് ഇട്ടതാണ്. താത്ത അത് അവിടെ അലമാരി കയറ്റി വെച്ചിരിക്കുക. അത് വെച്ച് കല്യാണം കഴിഞ്ഞ് 10 വർഷമായിട്ടും അത് അവിടെ ഇരിക്കുന്നുണ്ട്, കല്യാണം കഴിഞ്ഞ് 2 വർഷമായിട്ടും 1 വർഷമായിട്ടും അത് അവിടെ ഇരിക്കുന്നുണ്ട്. കല്യാണത്തിൻ്റെ അന്ന് ഇട്ടതാ, പിന്നെ അത് ഇട്ടിട്ടില്ല എങ്കിൽ ആ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ആ അലമാരിയിലിരിക്കുന്ന അല്ലെങ്കിൽ ലോക്കറിലിരിക്കുന്ന ആ ഒരു സ്വർണത്തിൻ്റെ 2.5% സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. ഇത് പറയുമ്പോൾ പല ഉമ്മമാരും എന്താ പറയുക, നോമ്പ് 28 ഇത്രയും ദിവസം നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളങ്ങ് ഞങ്ങൾ കേട്ടു, പക്ഷേ ഈ സക്കാത്തിൻ്റെ കാര്യം കുറച്ച് കടന്ന കൈയായി പോയി എന്നൊന്നും ആരും വിചാരിക്കേണ്ട. ഇത് സക്കാത്ത് എന്ന് പറഞ്ഞാൽ വിഷമാണ്. ആ സക്കാത്ത് നമ്മൾ കൊടുക്കാതിരുന്നാൽ നമ്മുടെ ബാക്കി സമ്പത്തിലേക്ക് ആ വിഷം ഇങ്ങനെ കൂടി എന്താണ്, സമ്പത്ത് മുഴുവനും നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് സ്വർണത്തിന് സക്കാത്തുണ്ടേ, പ്രത്യേകം ശ്രദ്ധിക്കണേ. 2.5% കൊടുക്കണം. വേറെ ഒന്നുമില്ല, നിങ്ങൾ സൂക്ഷിച്ച് വെച്ചിട്ടോ, അങ്ങനെ നോക്കിയാൽ മതി. സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടോ ലോക്കറിലോ അല്ലെങ്കിൽ അലമാരിയിലോ, ഉപയോഗിക്കാതെ വെച്ചിട്ടുണ്ടോ, 1 വർഷമായിട്ട് നിങ്ങൾ ഉപയോഗിക്കാതെ വെച്ചിട്ടുണ്ടോ എങ്കിൽ അതിൻ്റെ 2.5% കൊടുത്താൽ മതി. ഒരുപാട് മസാലകളുണ്ട്, എല്ലാം പറഞ്ഞാൽ നമ്മൾ ഇന്നൊന്നും തീരൂല. അതുകൊണ്ട് മൊത്തത്തിൽ പറഞ്ഞതാണ്. പിന്നെ ആ 40,000 രൂപയുടെ കാര്യമൊക്കെ ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മുടെ അക്കൗണ്ടിലും ഒക്കെ ബാലൻസിലൊക്കെ അത്ര ഉണ്ടെങ്കിൽ അതിൻ്റെ 2.5% കൊടുക്കൽ നിർബന്ധമാണ്. ഇതാണ് സക്കാത്ത്. ഫിത്തർ സക്കാത്ത് പറഞ്ഞു, മുദ്ദിൻ്റെ കാര്യം പറഞ്ഞു, നമ്മുടെ സാധാ സക്കാത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇനിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇൻഷാ അല്ലാഹ് വരുന്ന സമയത്ത് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇത്തരത്തിലുള്ള ഈ ഇബാദത്തുപരമായ കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ ആപത്ത്, മുസീബത്ത്, കണ്ണേറ്, സിഹറിനെ തൊട്ട് അള്ളാഹു കാക്കട്ടെ. ഹലാലായ സമ്പത്ത് അള്ളാഹു തരട്ടെ, ഹറാമായ സമ്പത്തിനെ തൊട്ട് പടച്ചോൻ കാക്കുമാറാവട്ടെ. ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞു. എല്ലാവരുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ, ഒരുപാട് വിഷമങ്ങളുണ്ട്, അതൊക്കെ അള്ളാഹു
അള്ളാഹു മാറ്റിക്കൊടുത്ത് എല്ലാവർക്കും സന്തോഷവും സമാധാനവും നൽകട്ടെ. ഈ വിശുദ്ധമായ റമദാനിൽ നമ്മൾ എന്തെല്ലാം നന്മകൾ ചെയ്തോ എല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഈ റമദാൻ ഇനി 29-ാം രാവ് അല്ലേ, ആ 29-ാം രാവിലും ഒക്കെ നമ്മൾ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കേണ്ട സമയമാണ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.